ഹലോ എവ്രി വൺ, വെൽക്കം ടു വർക്കീസ് ഇംഗ്ലീഷ് ലേണിംഗ്. ഈ വീഡിയോയിൽ ഇഫ് കണ്ടീഷണൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇത് ഇഫ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് പല സെന്റൻസസിൽ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇഫ് വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ രണ്ടായിട്ട് തിരിക്കാം. കോമയ്ക്ക് മുമ്പുള്ളത് ഇഫ് ക്ലോസ്, കോമയ്ക്ക് ശേഷം വരുന്നത് മെയിൻ ക്ലോസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോമയ്ക്ക് മുമ്പ് എഴുതുന്നത് ഇഫ് ക്ലോസ് ആണ്, അതായത് കണ്ടീഷൻസ് ആയിരിക്കും അവിടെ പറയാം. അതിനുശേഷം ഈ കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ അല്ലെങ്കിൽ ഇത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് കോമ കഴിഞ്ഞിട്ട് വരുന്നത് റിസൾട്ട്. അപ്പോൾ ടോട്ടൽ 4 കേസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. അത് പക്ഷേ സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷണൽ എന്നല്ല, സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം പറയാം, ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്, കൃത്യമായിട്ട് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നമുക്കിത് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇത് കാണുമ്പോൾ കോംപ്ലക്സ് ആയി തോന്നുമെങ്കിലും ആക്ച്വലി ഇതിന്റെ ഈ ഒരു ഫോർമാറ്റ് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് സീറോ കണ്ടീഷണൽ ആണ്. ഇത് ജനറൽ ട്രൂത്ത്സ്, സയന്റിഫിക്കലി പ്രൂവ് ചെയ്തേക്കുന്ന ട്രൂത്ത്സ് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവും. ഇതൊരു ജനറൽ ട്രൂത്ത് ആണ്. അപ്പോൾ ജനറൽ ട്രൂത്ത് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ടെൻസ് ആണെന്നാണ് പഠിച്ചത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ പഠിക്കുന്നതിൽ, അതായത് ഈ പറയുന്ന സീറോ കണ്ടീഷനിൽ കണ്ടീഷനും റിസൾട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ പറഞ്ഞാൽ മതി. ഇവിടെ നോക്കിയേ, ഇഫ് യു ഹീറ്റ് ഐസ്, കണ്ടോ, നിങ്ങളിപ്പോ ഐസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവും. ഇവിടെ നോക്കിയേ, യു എന്നുള്ളത് എന്ത് സബ്ജക്റ്റ് ആണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ V1, ഹീറ്റ് എന്ന് പറയുമ്പോൾ V1 ആണ്. ഐ, യു, വി, ദേ ഈ പറയുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ V1 ആണ് ഉപയോഗിക്കാവൂ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഇഫ് യു ഹീറ്റ് ഐസ്, എന്താ റിസൾട്ട്? ഇറ്റ് മെൽറ്റ്സ്. ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്, അതായത് V5. ഹി, ഷീറ്റിന്റെ കൂടെ V5 ഉപയോഗിക്കുക, അതായത് വെർബിന്റെ എന്തെങ്കിലും എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യണം. കണ്ടോ, അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്, ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കേസ് ഇതാണ്, ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഓക്കെ, അടുത്തത് നോക്കാം. അപ്പോൾ ഇത് ഓർക്കുക, ഇതിൽ ജനറലി സയന്റിഫിക്കലി പ്രൂവ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് പറയാം. അടുത്തത് നോക്കിക്കേ, ഫസ്റ്റ് കണ്ടീഷനിൽ വരും സംഭവം. ഇത് രണ്ടാമത്തെ ആണെങ്കിലും ഫസ്റ്റ് കണ്ടീഷൻ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. ഇവിടെ കണ്ടീഷൻ സിമ്പിൾ പ്രസന്റിലും റിസൾട്ട് ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറിലും എഴുതണം. അതെവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ. ഫ്യൂച്ചർ നമ്മളിങ്ങനെ പറയില്ലേ, നീ നന്നായി പഠിച്ചാല് എക്സാമിന് പാസ്സാവും. ഓക്കെ, അതായത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കണ്ടീഷൻ ആണ്. അതിന്റെ റിസൾട്ട് അത് ഫ്യൂച്ചറിലെ പറ്റിയിട്ടാണ് പറയുന്നത്. നീ പാസ്സാവും, ഫ്യൂച്ചറിൽ പാസ്സാവും എന്നാണ് അതിന്റെ റിസൾട്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇഫ് യു വർക്ക് ഹാർഡ്, നീ ഹാർഡ് വർക്ക് ചെയ്താൽ, ഇതേപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ്, യുവിന്റെ കൂടെ V1, വർക്ക് എന്നുള്ളത് V1 ആണ്. ഹാർഡ് വർക്ക് ചെയ്താൽ യു വിൽ വിൻ. ഇവിടെ വിൽ എന്നുള്ളത് എന്താ? സിമ്പിൾ ഫ്യൂച്ചർ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ, വിൽ പ്ലസ് V1, വില്ലിന്റെ കൂടെ V1. നീ നന്നായി പഠിച്ചാല് നീ വിൻ ചെയ്യും. അപ്പൊ അവിടെ സിമ്പിൾ പ്രസന്റും സിമ്പിൾ ഫ്യൂച്ചറും യൂസ് ചെയ്തു. ഓക്കെ, ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രിഡിക്ഷൻ പറയാനാണ് ഉപയോഗിക്കാം. അടുത്തത് നോക്കാം, സെക്കൻഡ് കണ്ടീഷണൽ, അതായത് തേർഡ് കേസ്. ഇവിടെ സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ വുഡ് പ്ലസ് വേർബ് വേണം ഉപയോഗിക്കാൻ. നോക്കിയേ, എക്സാമ്പിൾ, ഇഫ് ഐ വോണ്ട് ദ ലോട്ടറി ഐ വുഡ് ട്രാവൽ എ ലോട്ട്. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ കുറെ യാത്ര ചെയ്തേനെ. എനിക്കിവിടെ ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല, പക്ഷെ ഇതെന്റെ ഒരു ആഗ്രഹമാണ് അല്ലെ, എൻ്റെ ഇമാജിനേഷനിൽ എനിക്ക് തോന്നിയ എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? സിമ്പിൾ പാസ്റ്റ് ആദ്യം ഉപയോഗിക്കുക, അതിനുശേഷം വുഡ് പ്ലസ് V1. വുഡ്, ഷുഡ്, കുഡ് ഇതിന്റെയൊക്കെ കൂടെ V1 ആണ് ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇഫ് ഐ വോണ്ട് ദ ലോട്ടറി, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. വോൺ എന്ന് പറയുന്നത് വിൻ എന്നുള്ള വാക്കിന്റെ V2 ആണ്. വിൻ V1, V2 ആണെങ്കിലും വോൺ ആണ്, V3 ആണെങ്കിലും വോൺ ആണ്. അങ്ങനെ അപ്പൊ ഇവിടെ നോക്കിയേ, ഇഫ് ഐ വോണ്ട് ദ ലോട്ടറി, എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ
ഐ വുഡ് ട്രാവൽ എ ലോട്ട്. കണ്ടോ, വുഡ് പ്ലസ് വേർബ്. വുഡ് എന്നുള്ളതിന്റെ കൂടെ ട്രാവൽ എന്നുള്ള വേർബാണ് ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ കുറെ ട്രാവൽ ചെയ്തേനെ. അടുത്തത്, അപ്പൊ ഇതിലെന്താണ്, ഇതൊരു ഹൈപ്പോതെറ്റിക്കൽ ആണ്, ഇമാജിനറി സിറ്റുവേഷൻ ആണ്, ശരിക്കും ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല. ഒരാഗ്രഹം. ലാസ്റ്റ് നോക്കാം, അതായത് തേർഡ് കണ്ടീഷണൽ ലാസ്റ്റ് കേസ് ആണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാജിനറി സിറ്റുവേഷൻ ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. സോറി, പാസ്റ്റില് നടക്കാത്ത ഒരു ഇമാജിനറി കാര്യം, പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇതെന്റെ ഇമാജിനേഷനിൽ വന്ന കാര്യമാണ്, പക്ഷെ പാസ്റ്റിലത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് സക്സീഡഡ്. നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നീ സക്സസ്ഫുൾ ആയേനെ. ഇവിടെ ഹാർഡ് വർക്കും ചെയ്തിട്ടില്ല, സക്സസ്ഫുള്ളും ആയിട്ടില്ല. ഇത് പക്ഷെ പാസ്റ്റില് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ എന്താ പറയാ, നല്ലപോലെ സക്സസ്ഫുൾ ആയേനെ എന്ന് പറയുന്ന ഒരു എന്താ പറയാ നടക്കാത്ത കാര്യം ഒരു ഇമാജിൻ ചെയ്തിട്ട് പാസ്റ്റിലായിട്ട് പറഞ്ഞേക്കുന്നതാണ് അല്ലെ. നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ, നീ നന്നായി പഠിക്കാനല്ല പറയണത്, പഠിച്ചിരുന്നെങ്കിൽ പാസ്റ്റ് ആണ്. നീ സക്സസ്ഫുൾ ആയേനെ, അവിടെയും പാസ്റ്റ് ആണ്. അപ്പോൾ ഇമാജിനറി ആയിട്ടുള്ള കാര്യമാണ്, പാസ്റ്റിനെ വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ള കേസിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയാ നോക്കിയേ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇഫ് യു കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3. കണ്ടോ, ഹാഡ് പ്ലസ് V3 എങ്ങനെയാണ്, വുഡ് പ്ലസ്, റിസൾട്ട് എങ്ങനെ വന്നെ, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് വരും. ഇത്രേ ഉള്ളൂ. ഇത് ഫോർമുല പഠിച്ചാൽ മതി നമ്മള്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എങ്ങനെയാണ്, ഹാഡ് പ്ലസ് V3 എന്ന് ആദ്യം ഇവിടെ നോക്കണം. അതിന്റെ കൂടെ റിസൾട്ട് വരുമ്പോൾ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 അങ്ങനെ പഠിക്കാം. ഇവിടെ ഇത്രേ ഉള്ളൂ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, ഈ ഹാഡ് എഴുതാൻ മറന്നു പോരുത് കേട്ടോ. ഓക്കെ, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ്, വർക്ക്ഡ് എന്നുണ്ട് ഇവിടെ ഹാഡ് എന്നുണ്ട്. യു വുഡ്, വുഡ് കഴിഞ്ഞിട്ട് ഹാവ് എഴുതാൻ മറക്കരുത്. യു വുഡ് ഹാവ്, അത് കഴിഞ്ഞിട്ട് V3 ആണ്. സക്സീഡ് എന്ന് പറയുന്ന വാക്കിന്റെ V3 ആണ് സക്സീഡഡ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഹാഡും പിന്നെ V3യും പിന്നെ വുഡും ഹാവും V3യും ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇത്രയാണ് ഇഫ് കണ്ടീഷണൽസിൽ വരുന്ന 4 കണ്ടീഷൻസ്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് വരും, കുറച്ച് കൺഫ്യൂസിങ് ആണെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.